പ്രസ്താവനയിലൂടെയും അദ്ദേഹത്തിൻ്റെ ജാഥ നയിച്ച് മുന്നോട്ടേക്ക് പോയതുമായി എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സമരത്തെ ഉണ്ടായിട്ടാലും കാലഹരണപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. തൊഴിലാളി വർഗ സമരം കാലഹരണപ്പെടുന്നില്ല എന്ന കാര്യം ആവർത്തിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം സാമൂഹ്യ പരിവർത്തനം ലോകത്ത് ഒരു ശക്തി ഒഴിവാക്കാനാവുന്നതല്ല. അതിന്നലെ വളരെ പ്രധാനമായിട്ട് ഈ സമരത്തിനെതിരായി പണിമുടക്ക് നടന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പ്രയാസങ്ങൾ സ്വാഭാവികം ഉണ്ടാകുന്നുള്ളത് മാധ്യമങ്ങൾ വലിയ ക്യാമ്പയിൻ സ്വാഭാവികമായിട്ടും പണിമുടക്ക് സമരത്തെയും പ്രക്ഷോഭങ്ങളെയും എതിരായിട്ടാണ് സാധാരണ അവർ കൈകാര്യം ചെയ്യുക. ഇന്നലെ ഒരു മാധ്യമം വിദേശികളായ രണ്ടുപേരോട് പണിമുടക്ക് ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. വളരെ വിചിത്രമായ ഒരു സംഭവമാണ് ഇന്നലെ കണ്ടത്. ഈ മൈക്കും കൊണ്ട് പോയാൽ വിചാരിച്ചത് രണ്ട് വിദേശികളാണല്ലോ. ആ രണ്ട് വിദേശികൾ അവരുടെ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് വിശദീകരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ മൈക്കിൽ നിന്ന് കിട്ടിയപ്പോൾ അവർ നൽകിയ മറുപടി കേരളം ഇപ്പോഴെല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരാൾ ഫ്രഞ്ചുകാരനും മറ്റൊരാൾ ജർമ്മൻകാരനുമായിരുന്നു. അവരുടെ നാട്ടിൽ 2 ആഴ്ച കൂടുമ്പോഴെല്ലാം അവകാശങ്ങൾക്കായി തൊഴിലാളികൾ പണിമുടക്കാറുണ്ട് എന്നും ഇതെല്ലാം സാധാരണ കാര്യമാണ് എന്നുമാണ് അവർ ഇതൊരു ഗൗരവമുള്ള പ്രയാസപ്പെടുന്ന ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ച വിദേശികളിൽ നിന്ന് വന്ന പ്രതികരണം അങ്ങനെയായിരുന്നു. ഞങ്ങളിത് എല്ലാ സന്ദർഭത്തിലും കാണുന്നതാണ്. തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്കും മെച്ചപ്പെട്ട ജീവിതത്തിനുമായി തെരുവിലിറങ്ങുകയും പോരാട്ടം നടത്തുകയും ചെയ്യുന്നത് വർത്തമാന കാലത്തെ ലോക സാഹചര്യമാണ് എന്ന് അവർ പറയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വല്ലാതെ ഈ മറ്റേ ഓരോ പണിമുടക്ക് വരുമ്പോഴും സ്വാഭാവികമായിട്ടും പത്രക്കാർ ഓരോരോ വാർത്ത ഉണ്ടാക്കി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ പണിമുടക്ക് തീരെ ശരിയായിരുന്നില്ല എന്ന് പറയാനാണ് ശ്രമിക്കരുത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരെ അവരുടെ പ്രതികരണം ചോദിച്ച് വാങ്ങാം. അങ്ങനെ പ്രതികരണം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എൻ്റെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ, ജർമ്മനിയിലും ഫ്രാൻസിലുമൊക്കെ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും സമരമാണ്. അതെല്ലാം കണ്ടവരാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രയാസമൊന്നുമില്ല എന്ന് പറയുന്ന നിലയിലേക്ക് വന്നത് തൊഴിലാളികളെയും അതുപോലെ തന്നെ പണിമുടക്കിയവരെയും പരിഹസിക്കുന്ന നിലപാടിന് അനുകൂലമല്ല. നല്ല രീതിയിൽ ശക്തിയായി പ്രതികരിക്കുന്ന നിലപാടാണ് ഇത് അനുഭവിച്ചിട്ടുള്ള ആളുകൾ തന്നെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ജർമ്മൻകാരൻ്റെയും അതുപോലെ ഫ്രാൻസിൻ്റെയും ഭാഗമായിട്ടുള്ള 2 ആളുകൾ പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം. അപ്പോൾ വലിയ ഒരു പണിമുടക്ക് ലോകം ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആ പണിമുടക്കിൽ അണിനിരന്ന മുഴുവൻ ആളുകളോടും അതിനോടൊപ്പം സഹകരിച്ച് കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ച് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാം ഈ സന്ദർഭത്തിൽ പൂർണ്ണമായി അഭിനന്ദിക്കുകയാണ്. സമരം വിജയിപ്പിച്ച എല്ലാ ജനങ്ങളോടുമുള്ള അഭിവാദ്യങ്ങൾ ഈ സന്ദർഭത്തിൽ ജാഥ മുന്നോട്ട് വെക്കുകയാണ്. പിന്നെ വി.ഡി. സതീശൻ ഇപ്പോഴും സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇടതുപക്ഷമാണ്, നെഹ്റുവിന് ഇടതുപക്ഷമാണെന്നാണ്. വി.ഡി. സതീശൻ്റെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഗൗരവമുള്ള ചർച്ച ആവശ്യമുള്ള ഒന്നാണത്. ഒരു ജാഥയിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കേണ്ട കാര്യമല്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസ്സാണ്. അത് എന്ത് അടിയന്തരാവസ്ഥ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. രാജ്യത്ത് എല്ലാവർക്കും അറിയാം, ലോകത്തറിയാം. അത് എന്ത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്? കോൺഗ്രസിൻ്റെ 1957 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിന് 59 വിമോചന സമരം നടത്തിയിട്ടാണ്. അന്ന് ഇന്ദിരാഗാന്ധിയുണ്ട്, നെഹ്റു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാം കൂടി ചേർന്ന് ഒഴിവാക്കിയത്. ഏത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്? അമേരിക്കൻ CIA പണം വാങ്ങിയിട്ടാണ് ആ സമരം ശക്തിപ്പെടുത്തിയത് എന്ന് വയലാർ രവി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരായിട്ട് ടാറ്റയെയും ബിർളയെയും വളർത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അദാനിയെയും അംബാനിയെയും വളർത്താനാണ് ഇപ്പോഴും BJP ശ്രമിക്കുന്നത്. രാജ്യത്തെ സമ്പത്തിൻ്റെ
20% സമ്പത്ത് 5 ആളുടെ കയ്യിലാണ്. ഇത് നിങ്ങളുടെ ഭരണകൂടം കൈകാര്യം ചെയ്ത് നിങ്ങളുടെ കാലത്ത് തുടങ്ങിയതാണ്, ഇപ്പോൾ ഉണ്ടായതല്ല. 80% സമ്പത്ത് യഥാർത്ഥത്തിൽ ഒരു 10% കയ്യിലാണ് ഈ ഇന്ത്യയിലുള്ളത്. 50% ജനങ്ങൾക്ക് അവരുടെ കയ്യിലുള്ളത് 3%. നിങ്ങൾ എന്ത് വലതുപക്ഷത്തിൻ്റെ അങ്ങേയറ്റത്തെ വലതുപക്ഷമാണ് കോൺഗ്രസ്സും അതെ, BJP അതെ, ഒരേ വർഗത്തിൻ്റെ നിലപാട് സ്വീകരിക്കുന്നവരാണ്. നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം മുഴുവൻ അതാണ്. കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് കരുണാകരനാണ് പറഞ്ഞത് ഉൽപ്പാദനക്ഷമതയില്ല, കൊടുക്കാൻ പാടില്ല, പാവങ്ങളോട് പരിഹാസിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉന്നത സാമ്പത്തിക ശക്തികൾക്ക്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും ഭൂപ്രഭുക്കൾക്ക് വേണ്ടിയും സാമ്രാജ്യത്വ ഫിനാൻസിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ രീതിയിലുള്ള സമ്പന്നർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് ചരിത്രത്തിൽ കോൺഗ്രസ് എന്ന് എല്ലാവർക്കും അറിയാം. നെഹ്റു ഉള്ളപ്പോഴും അതെ, ഇപ്പോഴും അതെ. അതിൻ്റെ തന്നെ വേറൊരു ഭാഗമാണ് BJP. ഒരേ വർഗ നിലപാടാണ്. ഭരണവർഗം എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും ചേർന്നതാണ്. അല്ലാണ്ട് ഭരണം നടത്തുന്ന പാർട്ടി എന്ന രീതിയിൽ മാത്രമേ, റൂളിംഗ് പാർട്ടി എന്ന രീതിയിൽ മാത്രമേ BJPയെ വേർതിരിക്കേണ്ടിയുള്ളൂ. രണ്ടും ഒരേ വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന, ഒരേ വർഗ ഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടികളാണ് ഭരണവർഗ പാർട്ടി എന്ന് ഞങ്ങൾ പറയുന്നത്. അതാണ് കോൺഗ്രസും BJPയും. അതിനെതിരായിട്ട് പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ ഉള്ള ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ. അതിനു പകരം വാചകം കൊണ്ട് ഇടതുപക്ഷമാവില്ല. വാചകം പറഞ്ഞ് ഇടതുപക്ഷമാവാനാണ് ഇപ്പോൾ VD സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹ്റു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ രചന, അദ്ദേഹം എഴുതിയിട്ടുള്ള 2 പ്രമുഖമായ ഗ്രന്ഥങ്ങളുണ്ട്. അത് അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പേ എഴുതിയതാണ്. 2 പുസ്തകം എന്ന് പറയുന്നത്, ഒന്ന് ഇന്ത്യയെ കണ്ടെത്തലാണ്, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തൊക്കെ അതിൽ ഉൾച്ചേർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ചരിത്രാവലോകനം, ആ 2 പുസ്തകമുണ്ട്. ആ 2 പുസ്തകവും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ പ്രയോഗമായ ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം രചിച്ചതാണ്. അതിപ്പോൾ എത്ര കോൺഗ്രസ്സുകാർക്ക് അറിയാൻ നമുക്കറിയില്ല. ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിശ്വചരിത്രാവലോകനവും അതുപോലെ തന്നെ ഇന്ത്യയെ കണ്ടെത്തലും, ആ 2 പുസ്തകവും. എല്ലാ രചനകളും അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് ധാരയെ നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ചരിത്രകാരൻ കൂടിയാണ് ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇടതുപക്ഷ ആശയം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ VD സതീശൻ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ VD സതീശനും ഇവിടെ ഇന്ന് അതിനെ പിൻപറ്റി നടക്കുന്നു എന്ന് പറയുന്നവരും നെഹ്റുവിസത്തെപ്പറ്റി പഠിക്കുന്നേ ഇല്ല, മനസ്സിലാക്കുന്നേ ഇല്ല. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവർ പ്രയോഗിക്കുന്നുമില്ല. പൂർണ്ണമായിട്ടും കുത്ത മുതലാളിമാർക്കും ഭൂപ്രഭുത്വന്മാർക്കും സാമ്രാജ്യത്വ സാമ്പത്തിക ഫിനാൻസ് മൂലധനത്തിനും വേണ്ടിയിട്ട് ഉള്ള വർക്ക് നടത്തുന്നവരാണ് അവർ. അത് മൂടി ഇവിടെ. എന്നിട്ട് ഇന്നലെ ഇവിടുത്തെ വലതുപക്ഷമാണ് CPM എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത് ഗവൺമെൻറ് DA അവകാശമല്ല എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ അന്നും ഇന്നും ഒരേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു അഫിഡവിറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത ഒരു കാര്യം വെച്ചിട്ടല്ല. വർഗപരമായ നിലപാട് DA തൊഴിലാളി വർഗത്തിൻ്റെ അവകാശം തന്നെയാണ്. അത് അന്ന് തന്നെ ഞാൻ തന്നെ പറഞ്ഞതാണ് ആ എഫിഡവിറ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴും. അതും ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് ഞങ്ങളുടെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷവും VD സതീശൻ കളവെല്ലാ ദിവസവും പറയണമല്ലോ, ഓരോ ദിവസവും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്ന CPIM ഈ DA കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ വലതുപക്ഷ നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ ഒരേ നിലപാടാണ്, DA കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിന് വ്യക്തമായി ഇപ്പോൾ തന്നെ കൊടുത്തല്ലോ, 3% ഇപ്പം കൊടുത്തു, ഇനി 10% വീണ്ടും കൊടുക്കാൻ പോവാണ്. അവരെല്ലാ DAയും കൊടുത്ത് തീർക്കുമെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അപ്പോൾ DA വേണ്ടാന്നുള്ള തീരുമാനമല്ല, DA കൊടുക്കണം തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് വലതുപക്ഷത്തിൻ്റെ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി VD സതീശൻ കൈകാര്യം ചെയ്ത നിലപാട്. തെറ്റായ സമീപനം, കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഇനിയാണ് ഈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് 230 വീട് കൊടുക്കേണ്ടിയാണ് അവരുടെ കണക്കനുസരിച്ച്. കോൺഗ്രസിൻ്റെ 100 വീട്, അതുപോലെ രാഹുൽ ഗാന്ധിൻ്റെ 100 വീട്, യൂത്ത് കോൺഗ്രസിൻ്റെ 30 വീട്, 230 വീട്. അതിൻ്റെ യാതൊരു പണിയും നടത്താതെ
അതിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് കളവ് 9 കളവ് പറഞ്ഞത് ഞാൻ അന്ന് തന്നെ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്നും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. MLA-മാരും MP-മാരും അവരുടെ ജീവനക്കാരും ഒന്നും പണം കൊടുക്കാൻ പാടില്ല എന്നാണ് അവർ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അന്ന് രമേശ് ചെന്നിത്തല പണം കൊടുത്തപ്പോൾ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന സുധാകരൻ പറഞ്ഞു, എന്തിനാണ് അങ്ങനെ പണം കൊടുക്കുന്നത്, ഗവൺമെൻറ്റിന് നമുക്ക് തന്നെ ഫോറം ഉണ്ടല്ലോ, കോൺഗ്രസ് തന്നെ ഫോറം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ആ ഫോറത്തിൻ്റെ ഭാഗമാക്കി ഉണ്ടാക്കിയ ആപ്പിൽ എത്രയാണ് പണം കിട്ടിയതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. എത്രയാണ് നിങ്ങളുടെ കയ്യിൽ പണം ഉള്ളതെന്നും പറഞ്ഞിട്ടില്ല. 30 വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി 1 കോടി രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. 30 വീട് വെക്കാൻ 1 കോടി കൊടുത്താൽ എങ്ങനെയാണ് വീടുണ്ടാക്കാൻ പറ്റുക? എത്ര സംഖ്യക്കാണ് വീടുണ്ടാക്കുക? അപ്പോൾ ഇതൊന്നും ഒരു വ്യക്തതയില്ലാതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നടക്കുകയാണ്. ഒരു കല്ല് വെച്ചില്ല ഇതുവരെ, 1.5 കൊല്ലം കഴിഞ്ഞു. ഗവൺമെൻറ് ഈ മാസം അവസാനത്തോടുകൂടി 178 വീട് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം പൂർത്തീകരിച്ച 1ാമത്തെ സോണിലെ 178 വീട് ഈ മാസം തന്നെ കൊടുക്കാൻ പോവുകയാണ്. അടുത്ത മാസം തുടങ്ങി അങ്ങോട്ട് നമുക്ക് ഈ 5 സോണിലെ വീട് ഒപ്പം തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ പറയുന്ന ഒരു തരത്തിലുള്ള വീട് വെച്ച് കൊടുക്കാനുള്ള പ്രക്രിയയിലും ഇടപെട്ട് തുടങ്ങിയിട്ടില്ല. 3 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതിന് റോഡും കൂടി കഴിഞ്ഞാൽ പിന്നെ എത്രയാ വീട് കൊടുക്കാൻ പറ്റുക? ഈ 230 വീട് എപ്പം കൊടുക്കും എന്നുള്ളതിനെപ്പറ്റി ഒരു വിശദീകരണവും അവർ നൽകുന്നില്ല. കള്ളപ്രചരണം മാത്രം നടത്തി രക്ഷപ്പെടാനുള്ള പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നം ഉയർന്നു ഉള്ളത് സഖാവ് KK ശൈലജ ടീച്ചർ ജോസ് കെ മാണി നയിക്കുന്ന LDF ജാഥയുടെ ഭാഗമായിട്ട് ആ ജാഥയിൽ പങ്കെടുക്കുന്ന CPIM-ൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. അവർക്കെതിരായിട്ട് വലിയ സൈബർ ആക്രമണമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പദ്ധതി വിഹിതം ഏതാണ്ട് 1,50,000 കോടി വേണം അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ. അതിൽ കഴിഞ്ഞ പ്രാവശ്യം 87,000 കോടിയാണ് നീക്കിവെച്ചത്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നീക്കിവെച്ചത് 30,000 കോടിയാണ്. അതിൻ്റെ അർത്ഥം അത് അവസാനിപ്പിച്ചു എന്നാണ്. 1,75,000 കോടി വേണ്ട സ്ഥാനത്ത് 30,000 കോടി മാത്രം മാറ്റിവെച്ച് ഞങ്ങൾ 125 ദിവസം ജോലി കൊടുക്കാൻ പോവാണ് എന്നും പറഞ്ഞ് കേന്ദ്രം 60%, സംസ്ഥാനം 40% മുടക്കണം എന്നും പറഞ്ഞ് യഥാർത്ഥത്തിൽ ആ പദ്ധതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി നാമാവിശേഷമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം സംബന്ധിച്ച് സഖാവ് ശൈലജ പറയുകയും ആ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ഫെസ്റ്റിവൽ അലവൻസ് നൽകിയിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ് എന്ന് പറയുകയും ചെയ്തതിന് വലിയ കടന്നാക്രമമാണ്. ഫെസ്റ്റിവൽ അലവൻസ് എന്ന് പറഞ്ഞാൽ ഓണ അലവൻസ് മാത്രമെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ഓണത്തിനാണ് ഇവിടെ കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും വിവിധ ഫെസ്റ്റിവലുകളുണ്ടല്ലോ, ഉത്സവങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഭാഗത്ത് ഒരു നയാ പൈസ കൊടുക്കാൻ അവരാരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്, കോൺഗ്രസോ BJP-യോ നയിക്കുന്ന ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു നയാ പൈസ കൊടുക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടോ? കേരളം 1,200 രൂപ ഫെസ്റ്റിവൽ അലവൻസായി കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞ ശൈലജ ടീച്ചർക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള കടന്നാക്രമമാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർ പറഞ്ഞതിനെതിരായി ഈ അക്രമിക്കൂട്ടമാകെ ശക്തിയായിട്ടുള്ള നിലയിൽ കള്ളപ്രചാരവേദിയും അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ അഭിഷേകവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ശരിയായൊരു നിലപാടല്ല, തെറ്റായ സമീപനമാണ്. അതിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ ചില ആളുകളാണ് അതിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും പങ്കുചേർന്നിരിക്കുക. ഇതെല്ലാം ഈ കള്ളക്കൂട്ടങ്ങളാണ്. ആ കൂട്ടങ്ങൾ ഇപ്പോഴും ഇതുപോലെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് നേരെ വന്ന് കടന്നാക്രമിക്കുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഉള്ള പ്രധാനപ്പെട്ട ജോലി ഇതായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സൈബർ കൂട്ടത്തിൻ്റെ നേതൃത്വം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു സ്ഥിതി. ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്ന് ഞങ്ങളാരും കരുതുന്നില്ല. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള പൊതുവായ കാര്യം. കോൺഗ്രസിന്റെ റാലി നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ വെച്ച് വലിയ ജനത്തിരക്ക് ഉൾപ്പെടെ കണ്ടിരുന്നു. ഷാഫി പറമ്പിൽ ഒരു നേതാവിനെ മാറ്റി ജനത്തിരക്കല്ല, സ്റ്റേജ് തിരക്കാണ്. അതിന് സ്റ്റേജ് മാനേജ്മെൻറ്റ് പോലും നടത്താൻ സാധിക്കാത്ത ആൾക്ക് എങ്ങനെയാണ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് നടത്തുക? അതേ എനിക്ക് ചോദിക്കാറുള്ളൂ. അതെല്ലാം ജനം കണ്ടതാണ്. അതിൻ്റെ മേലൊന്നും ഞാനൊന്നും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിലുള്ള സത്യം ഇതാണ്.
ഒരു സ്റ്റേജ് മാനേജ്മെൻറ്റ്, ഇത് ഇവിടെ മാത്രം ഒന്നുമല്ല, സ്റ്റേജ് മാനേജ്മെൻറ്റ് പോലും കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പരസ്പര സ്നേഹത്തോടെ ബഹുമാനത്തോടെ സാധിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളം പോലുള്ള ഒരു നാടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാവുക? ഇല്ല, പണം നൽകിയിട്ടില്ല. അവർ നൽകിയിട്ടുള്ളതെന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 2-3 ആൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ആരും കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ടത് സ്വകാര്യം പറയുകയും ചെയ്തു. കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ നമ്മുടെ ആപ്പുണ്ട്, നമ്മുടെ ഫോറുണ്ട്, അതിൽ കൊടുത്താൽ മതി എന്ന് പറയുക ചെയ്ത്. പിന്നെ ജീവനക്കാരത് അവർ സർക്കുലർ തന്നെ കത്തിക്കുക ചെയ്ത്. എന്നിട്ട് കോടിക്കണക്കിന് പേര് പിരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എത്രയാണ് പിരിച്ചതെന്ന് ഇപ്പോൾ ഇതുവരെ പറഞ്ഞില്ല. നമ്മൾ ഈ ജാഥയിൽ ഉടനീളം ചോദിച്ചിട്ടുണ്ട് എത്രയാണ് പിരിച്ചതെന്ന്. ഞങ്ങളവിടെ പോയി കണ്ടതാണ് ആ ടൗൺഷിപ്പ്. ലോകത്ത് തന്നെ മാതൃകയാവുന്നതാണ് ആ ടൗൺഷിപ്പ് പൂർത്തിയായാൽ. ഇപ്പോൾ 5 സോണായിട്ട് 450 വീടാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ 1ാമത്തെ സോണിലുള്ള 178 വീടാണ് ഇപ്പോൾ പൂർത്തിയായത്. ഇനി ബാക്കിയും നടന്നുകൊണ്ടിരിക്കുക, നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുക. അല്ല, വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗം തന്നെയാണത്. വർഗീയ ധ്രുവീകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ കാൽവെപ്പാണ്. അതിങ്ങനെ മെല്ലെ മെല്ലെ ഈ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നില്ലേ, അതുപോലുള്ള ഒരു സ്റ്റെപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങാനാണ് BJPയും സംഘപരിവാർ വിഭാഗവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ജനഗണമന പാടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് അതിനെ 2ാം സ്ഥാനത്ത് നിർത്തിയിട്ട് വന്ദേ ഭാരതം പാടണം എന്നുള്ള രീതിയിൽ പറയുന്നതിൻ്റെ പിന്നിലുള്ള വികാരം വർഗീയതയാണ്. വർഗീയമായ ചേരി തീക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ്. അത് ഞങ്ങൾ അന്നും തർക്കില്ല, ഇന്നും തർക്കില്ല. അതുകൊണ്ട് വന്ദേ ഭാരതത്തിനെ നിരോധിക്കണമെന്നല്ല, വന്ദേ ഭാരതം അവിടെ പണ്ടേ ഉള്ളതാണ്. അത് അങ്ങനെ പോയാൽ മതി. അതിന് പകരം പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ജനഗണമന പിന്തള്ളി ഇതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് വെറുതെ സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരവസ്ഥയാണ് സൃഷ്ടിക്കുക. അത് പാടില്ലാത്ത കാര്യമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അത് ഈ ഫാസിസവും സോഷ്യലിസവും ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റിയുള്ള ധാരണ കുറവാണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. അത് അദ്ദേഹത്തിൻ്റെ ഒരു വൊക്കാബുലറിയിലുള്ള പ്രശ്നമാണത്. തിരിച്ചടിയാവേണ്ടതാണ്. ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് എന്ന് സർവരും അംഗീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സിലെ VD സതീശനും കുറച്ചാളും ഒഴിച്ച് ബാക്കി എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് സമസ്ത. അവർ കൃത്യമായിട്ട് ഇന്നലെ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു, പ്രമേയം പാസാക്കി ഇന്നലെ അവർ ആവർത്തിച്ച് പറയും ചെയ്തതിന് പ്രസിഡന്റ് തന്നെ. മാത്രമല്ല AP സുന്നി ഉൾപ്പെടെയുള്ള സുന്നി വിഭാഗവും അതിശക്തിയായിട്ട് ജമാഅത്ത് ഇസ്ലാമിനെതിരായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ന്യായീകരിക്കുന്ന ഒരു പാർട്ടി നേതാവ് VD സതീശനാണ്. ലീഗുകാരോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങളെന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഒന്നും മിണ്ടുന്നില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് പറയാൻ ധൈര്യമില്ല. 4 വോട്ട് കിട്ടാൻ വേണ്ടി ഒന്നും പറയാൻ യാതൊരു മാനസിക പ്രയാസവും ഇല്ലാത്തവരാണ് ഇവരെല്ലാം. അതവരെ തിരിഞ്ഞു കുത്തും ഇന്നല്ലെങ്കിൽ നാളെ, ഒരു സംശയവും ഞങ്ങൾക്കില്ല. വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കില്ല. VD സതീശൻ ഒരു ഭാഗത്ത് BJPയെ പ്രീണിപ്പിക്കും. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റായി വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വർഗീയവാദിയല്ല എന്ന് പറഞ്ഞു. അതൊരു ഭാഗത്ത്. അമിത്ഷാ പറഞ്ഞു, ഞങ്ങൾ ലോകത്ത് നിൽക്കുന്ന ഒരേ ഒരു മാർക്സിസ്റ്റ് ഭരണ സംവിധാനം കേരളത്തിലാണ്, അത് ഞങ്ങൾ ഇപ്രാവശ്യം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അത് കോൺഗ്രസും കൂടി ചേർന്നുകൊണ്ടുള്ള ഡീലിൻ്റെ ഭാഗമാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? ഞങ്ങളുടെ നിലവിലുള്ള ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങളിതാ തയ്യാറായിരിക്കുന്നു, ഇനി ലോകത്ത് അത് അങ്ങനെ ഒരു ഗവൺമെൻറ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് അമിത്ഷായാണ്. പരസ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അത് കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ബാന്ധവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിശകലനമാണ്. കാന്തപുരം വിഭാഗം നാളെ ഇവിടെ കോട്ടക്കിൽ വെച്ചിട്ട് സമ്മേളനം നടത്തുന്നുണ്ട്. AP പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഇടതുപക്ഷത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായിരുന്നു. പക്ഷേ അവരുടെ സമീപകാലത്ത് അവരുടെ നിലപാടിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഒരു മാറ്റവും വന്നിട്ടില്ല, പണ്ടത്തെ പോലെ തന്നെ ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അത് ഓരോ കാറ്റഗറിയല്ല.
ലോകം മുഴുവൻ ഐക്യബോധത്തോടെ മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. അതുകൊണ്ട് ഇന്ന് ഐക്യം വേണോ ഇന്ന് ഐക്യം വേണമെന്ന് ചോദിക്കണ്ട, എല്ലാ ഐക്യം വേണമെന്നാണ് നമ്മുടെ അഭിപ്രായം. മനുഷ്യർ മുഴുവൻ ഐക്യപ്പെട്ട് പോകണമെന്ന് എന്തിനാണ് വെറുതെ സംഘർഷാത്മകമായ രീതിയിൽ വിഭജനം നടത്തുന്നത്? അത് RSSൻ്റെയും BJPയുടെയും ഒരു പരിപാടിയാണ്. എല്ലാവരും അവർക്ക് എല്ലാ വർഗീയവാദികൾക്കും എന്ത് വേണം? ഒരു അവര നാമം വേണം, എന്നിട്ട് അതിനെ എതിർക്കണം. അതാണ് അവരുടെ പൊതുവായ സ്വഭാവം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും ചേർന്ന് മുമ്പോട്ടേക്ക് പോവുകയാണ് വേണ്ടത്. ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 50% വരുന്ന മനുഷ്യർക്ക് 3% സ്വത്തേ ഉള്ളൂ ഇന്ത്യയിൽ. 50% വരുന്ന ജനങ്ങൾക്ക് 3% സ്വത്ത്, 5 ആൾക്ക് 20% സ്വത്ത്, 10 ആൾക്ക് 80% സ്വത്ത്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള 10%-ന് 80% സ്വത്ത്. ഇതാണ് ഇന്ത്യയുടെ സ്ഥിതി. ആ അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും യോജിക്കണം. എന്തിനാ യോജിക്കാതിരിക്കുന്ന അഭിപ്രായമുള്ളത്? ഞങ്ങളുടെ നിലപാട് എല്ലാവരും യോജിച്ച് മുമ്പോട്ടേക്ക് പോകണമെന്നാണ്. ഒരു തരത്തിലുള്ള ഭിന്നിപ്പും കൂടി സമുദായമായാലും രാഷ്ട്രീയമായാലും പ്രസ്ഥാനമായാലും ഏത് പ്രസ്ഥാനം പണിമുടക്ക് നടത്തിയപ്പോൾ VD സതീശൻ തെറ്റായ നിലപാടല്ലേ സ്വീകരിച്ചത്? തൊഴിലാളി വർഗത്തിൻ്റെ യോജിപ്പിനെ അംഗീകരിച്ചു. അതുകൊണ്ടാണല്ലോ തൊഴിലാളികൾ എന്ന രീതിയിൽ INTC ആയാലും STU ആയാലും CITU ആയാലും AITC ആയാലും എല്ലാവരും ചേർന്ന് മുമ്പോട്ടേക്ക് പോകണമെന്ന് പറയുന്നതുകൊണ്ടാണ്. അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവരെല്ലാം ചേർന്ന് മുമ്പോട്ടേക്ക് പോകണം. അതിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ നിങ്ങൾ യോജിക്കാൻ പാടില്ല എന്ന് INTCക്കാരോടും പറഞ്ഞു, STUക്കാരോടും പറഞ്ഞു, ലീഗും പറഞ്ഞു, കോൺഗ്രസും പറഞ്ഞു. അതല്ലേ ഇവിടെ ഉണ്ടായ സ്ഥിതി. ഇവിടെ തൊഴിലാളികൾ യോജിച്ചുകൊണ്ട് എന്താണ് രാഷ്ട്രീയമായ പ്രശ്നം വരുന്നത്? ഇത് തൊഴിലാളി വർഗത്തിൻ്റെ ഒരു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലല്ലേ അവർ സമരം. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമില്ലേ അവർ മുന്നോട്ടേക്ക് വെച്ചത്. സ്വകാര്യവൽക്കരിക്കുന്ന ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ സ്വകാര്യവൽക്കരിക്കുന്ന എതിരായിട്ടല്ലേ അവർ മുമ്പോട്ടേക്ക് വന്നത്. ബാങ്കുകൾ ചേർത്തുകൊണ്ട് ആ വലിയ കുത്തകയാക്കി മാറ്റുന്നതിനെതിരായിട്ടല്ലേ അവർ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. എല്ലാ സ്വകാര്യവൽക്കരണ പ്രശ്നമാണല്ലോ അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ യോജിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നവർക്ക് യോജിച്ച് പോകണ്ടേ? പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് 2-3 പ്രബല വിഭാഗം മാത്രമാണ് ജനങ്ങളുമായിട്ട് വൈരുദ്ധ്യത്തിലുള്ളത്. അതൊന്ന് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ്. അവരുമായിട്ട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റില്ല. അത് അവർ ശത്രുതാപരമായ നിലയിൽ തന്നെയാണ് കോർപ്പറേറ്റുകൾ. മറ്റൊന്ന് ഫ്യൂഡൽ വിഭാഗങ്ങൾ, മറ്റൊന്ന് സാമ്രാജ്യത്വ ഫിനാൻസ് മൂലധനം. ഇവരൊഴിച്ച് ബാക്കി മുഴുവൻ ജനങ്ങൾ യോജിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ 3 നാമമാത്രമായ എണ്ണം ഒഴിച്ച് ബാക്കി എല്ലാവരും യോജിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനെ പരിശോധിച്ചോട്ടെ. കണക്കെല്ലാവരും ശരിയാക്കിക്കൊള്ളണം വേഗം. കണക്ക് ശരിയാക്കിയില്ല, കണക്കെല്ലാം ശരിയാക്കിക്കൊള്ളണം. അത് ഞങ്ങൾക്ക് ഉറക്കൊന്നുമില്ല. അതാ പറഞ്ഞത്, അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ ശരിയായിക്കോളണം വേഗം. അതാ അതിൻ്റെ ഉത്തരവെല്ലാം പറഞ്ഞു. അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ശരിയായിക്കോളണം. ഇല്ലെങ്കിൽ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തോളണം. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അതിനെ ന്യായീകരിക്കാൻ പിടിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊള്ളണം. ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിച്ചുകൊള്ളണം ആരായാലും. എന്താ അവർ പ്രമേയം തന്നെ പാസ്സാക്കിയല്ലോ. പിന്നെ ഇന്നലെ പറഞ്ഞത് മാത്രം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മൗദൂദി സിദ്ധാന്തം അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് സമുദായത്തിൻ്റെ അകത്ത് സംഘർഷം ഉണ്ടാക്കുന്നതാണ്, മതസൗഹാർദ്ദത്തെ തകർക്കുന്നതാണ്, വർഗീയത നമുക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുന്നതല്ല, വിഭജനവും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഒക്കെ ഇന്നലെ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് പോലും ബന്ധമുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ അത്. പിന്നെ വീണ്ടും ആവർത്തിക്കേണ്ട എന്താ കാര്യം? ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു സെക്കൻഡ് ബന്ധം പോലും രാഷ്ട്രീയമായി ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിലും ഇല്ല, ഇന്ത്യയിലും ഇല്ല, ലോകത്തൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയില്ല. കളവ് പറയുന്നതിനെപ്പറ്റി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഞങ്ങളിത് വ്യക്തമാക്കിയിട്ട് പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഏത് പത്ര? അല്ല ചോദിച്ചത് നേരത്തെ ചോദിച്ചു. ആരാ ചോദിച്ചേ? നിങ്ങളേതാ? ന്യൂസ് മലയാളം. ജമാഅത്ത് ഇസ്ലാമിക്കും SDPIക്കും ഒരേ ആശയമാണെന്നുള്ള വിലയിരുത്തലുണ്ടോ? എങ്ങനെ? ജമാഅത്ത് ഇസ്ലാമിയും SDPIയും ഒരേ ആശയധാരയിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു വിലയിരുത്തലുണ്ടോ പാർട്ടിക്ക്? അങ്ങനെ പിന്നെ ഒറ്റന്നല്ലേ കൊണ്ടു, പിന്നെ രണ്ടെണ്ണത്തിനാ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒറ്റൊന്നല്ലേ കൊണ്ടു, രണ്ടെണ്ണം വേണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടാളും പൂർണ്ണമായി യോജിപ്പോടു കൂടിയാണെങ്കിൽ പിന്നെ ഒറ്റ പ്രസ്ഥാനം മതിയല്ലോ. പിന്നെ ഇതിൻ്റെ രണ്ടെണ്ണം. അതാണ് അതിൻ്റെ ഉത്തരം. രണ്ട് വ്യത്യസ്ത ആശയ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്.
അത് നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ മതി. അതല്ല നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയില്ല. ഇല്ല, പിന്നെ വേറെ ചോദ്യം ചോദിക്കേണ്ട കാര്യം എന്താണ്? ഞങ്ങൾ ഉഭയകക്ഷി ചർച്ച ചെയ്ത് തുടങ്ങിയില്ല. രമേശ് ചെന്നിത്തല ഞങ്ങൾ ചർച്ച തീരുമാനിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് രമേശ് ചെന്നിത്തല. ആ അത് ചെയ്ത പോഷാന്നോ? പണ്ട് ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാതെന്ന് പറഞ്ഞത്. അത് ചോദിക്കണം മറുപടി ആയിട്ട് കേട്ടോ. പുസ്തകം അധികം കിട്ടിപ്പോയതിൻ്റെ പ്രശ്നമാണ്. എന്തു പറയും, യാതൊരു മടിയില്ലാത്ത ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ പുസ്തകം നേരത്തെ കിട്ടിയത് 9ാം ക്ലാസ്സിലെ കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് കിട്ടിയെന്നോ കിട്ടിയത്. ആ ഓ ആയങ്ങ് തൂക്കണ്ടേ ഇപ്പം? അല്ല, ആയങ്ങ് തൂക്കും. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പേര് പറഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ. ആ പ്രസംഗിച്ചോട്ടെ. അദ്ദേഹം ഞാൻ പറഞ്ഞതാണ് കാര്യം. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് പാഠപുസ്തകം കൊടുക്കാൻ സാധിക്കാതിരുന്നത് ഓണം മുൻകൂട്ടി വന്നതുകൊണ്ടാണെന്നും. അങ്ങനെ ഓണം മുൻകൂട്ടി വരുമോ? അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്നെ അധിക്ഷേപിച്ചുകൊണ്ട് എൻ്റെ അപ്പം എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. നെഗറ്റീവായ ഒരു കാര്യവും നമ്മൾ മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല. അത് അബ്ദുൾ റബ്ബിയോട് നിങ്ങൾ പറഞ്ഞോ കേട്ടോ. അവസാനിപ്പിക്കാം.